ശ്രീ എം കെ ഹരിദാസ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വകുപ്പ് മേധാവിയുടെ തുറന്നു പറച്ചിലിന് തൊട്ട് പിറകെ വന്ന ന്യായീകരണം എന്ന് പറയുന്നത് ഇത് സിസ്റ്റത്തിന്റെ കുറ്റം എന്നുള്ളതാണ്. ആ സിസ്റ്റത്തിൽ സർക്കാരുമില്ല, ആരോഗ്യവകുപ്പ് മന്ത്രിയുമില്ല. അതിനുശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ദുരന്തമുണ്ടായപ്പോൾ വന്നു അടുത്ത ന്യായീകരണം. അത് ഉപയോഗശൂന്യമായി കിടന്ന കെട്ടിടമായിരുന്നു, അവിടെ സർക്കാരിന് ഉത്തരവാദിത്വമില്ല. ഇവരിങ്ങനെ ഈ ന്യായീകരണങ്ങൾ എത്ര നാൾ നിരത്തിക്കൊണ്ടിരിക്കും? നമുക്ക് രോഹിണി ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരുന്നതിനേക്കാൾ മുമ്പ് എന്റെ സുഹൃത്ത് ശ്രീ ജയചന്ദ്രൻ ഇവിടെ ഈ അപകടത്തെ അദ്ദേഹം അഹമ്മദാബാദ് ദുരന്തവുമായിട്ട് താരതമ്യപ്പെടുത്തിയതില് ഏതൊരു ക്യാപ്സ്യൂളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനും ശ്രീജിത്ത് പണിക്കരൊക്കെ ഇതിനു മുമ്പ് ഒരു ചർച്ചയിൽ പങ്കെടുത്തു. അതിനു മുമ്പ് ഉച്ചയ്ക്ക് ഞാൻ വേറൊരു ചർച്ചയിൽ പങ്കെടുത്തപ്പോഴും CPM-ന്റെ സഹയാത്രികരൊക്കെ വിരൽ ചൂണ്ടുന്നത് വീണ ജോർജിന്റെ രാജിയുമായി ബന്ധപ്പെട്ടിട്ട് അഹമ്മദാബാദ് ദുരന്തവും ഈ ദുരന്തവും രണ്ടാണ് ശ്രീ ജയചന്ദ്രൻ. ഇവിടെ രണ്ട് മന്ത്രിമാരുടെ സാന്നിധ്യത്തില് ഒരു ജീവന ഇടിഞ്ഞു വീണ കെട്ടിടത്തിന്റെ അടിയിൽ കിടന്നിട്ട് പെടയുന്ന സമയത്ത് ഇവർ രണ്ടുപേരും പറയുന്നത് അതിനുള്ളിൽ ആളുകൾ ആരുമില്ല, രണ്ടുപേർക്ക് പരിക്ക് പറ്റി എന്നാണ്. മന്ത്രിമാരുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെയ്യാവുന്നത് എന്തായിരുന്നു? എത്രയും വേഗമായി അവശിഷ്ടങ്ങൾ മാറ്റിയിട്ട് അവിടെ ആരെങ്കിലും അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള ഒരു പ്രാഥമിക ചുമതല ഒരു MLA-യെക്കാളും ഒരു സാധാരണ നികുതിദായകരെക്കാളും ഒക്കെ കൂടുതൽ ഈ മന്ത്രിമാർക്കുണ്ട്. പക്ഷെ ആ രണ്ട് മന്ത്രിമാരും അവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് എന്താ? അതിനുള്ളിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല, അവിടെ രണ്ടുപേർക്ക് പരിക്ക് മാത്രമേ പറ്റിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് 2.5 മണിക്കൂർ ഒരു ജീവൻ അതിനുള്ളിൽ കിടന്ന് പെടഞ്ഞു മരിക്കുമ്പോൾ രണ്ട് മന്ത്രിമാർ പുറത്തു നിന്നിട്ട് വിടുവായത്തരം പറയുകയായിരുന്നു എന്നുള്ളതാണ് ഈ ദുരന്തത്തെ ഞാൻ പറയുന്നത് അഹമ്മദാബാദ് ദുരന്തവുമായിട്ട് താരതമ്യപ്പെടുത്തരുത്. അതിന്റെ സാങ്കേതിക കാരണങ്ങളെ കുറിച്ചിട്ടൊക്കെ പുറത്തു വരാനിരിക്കുന്ന വിവരങ്ങൾ വന്നു കഴിഞ്ഞാൽ അത്തരത്തിൽ താരതമ്യം ചെയ്യാവുന്ന ഒരു അപകടമായിരുന്നില്ല ഇന്ന് കോട്ടയത്തെ എന്ന് മനസ്സിലാക്കണം. രോഹിണി, ഇവിടെ ഒരാളും രാജിവെക്കാനൊന്നും പോകുന്നില്ല. ഇനി എത്ര സമരങ്ങൾ നടത്തിയിട്ടായാലും രാജിവെക്കാനൊന്നും പോകുന്നില്ല. കാരണം ഈ അമ്മ, ഈ വീണ ജോർജ് എന്ന് പറയുന്ന ഇവർ അധികാരമേറ്റതിനു ശേഷം അവർക്ക് രാജിവെക്കേണ്ടതായിട്ടുള്ള എത്ര കാര്യങ്ങൾ ഇവിടെ നടന്നിരിക്കുന്നു. അതിലിപ്പോ വന്ദനാദാസിന്റെ കൊലപാതകത്തെ കുറിച്ചിട്ട് അവർ ആസ്പത്രിയിൽ അഡ്മിറ്റ് ആയപ്പോൾ നമുക്ക് സൂചിപ്പിക്കുകയുണ്ടായി. വന്ദനാദാസിന്റെ കൊലപാതകം, ഓപ്പറേഷൻ കഴിഞ്ഞ അർദ്ധബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു യുവതി മെഡിക്കൽ കോളേജിൽ വെച്ച് ബലാത്സംഗത്തിന് ഇരയാവുന്നു. ICU-വിലെ കമ്പ്യൂട്ടറും അവിടുത്തെ ഷോർട്ട് സർക്യൂട്ടിന്റെ പേരിൽ അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പൊട്ടിത്തെറിച്ചിട്ട് വലിയ അപകടം ഉണ്ടാകുന്നു. 14 മണിക്കൂർ ഒരു രോഗി ലിഫ്റ്റിൽ കുടുങ്ങുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ ഉറക്കെ വിളിച്ചു പറയുന്നു, നമ്മുടെ പരിമിതമായ സൗകര്യത്തില് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ആരോഗ്യ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാത്ത സാഹചര്യമാണ്, ജീവൻ രക്ഷാ ഉപകരണങ്ങളില്ല, ഓപ്പറേഷൻ ചെയ്യാനുള്ള ഉപകരണങ്ങളില്ല, ഓപ്പറേഷൻ ചെയ്താൽ ചെയ്യേണ്ട മരുന്നുകൾ നമ്മുടെ കയ്യിലില്ല എന്നൊക്കെ വിളിച്ചു പറയുന്ന സാഹചര്യത്തില് ഈ ഒരു അപകടത്തിന് മുൻപേ അവർക്ക് പറ്റാത്ത പണിയാണിതെന്ന് പറഞ്ഞുകൊണ്ട് അവർ രാജിവെച്ച് പോകണമായിരുന്നു. അതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. പിന്നെ എന്റെ സുഹൃത്ത് ശ്രീ ജയചന്ദ്രന്റെ ആത്മവിശ്വാസത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതായത് കളക്ടറുടെ അന്വേഷണം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലത്തെ കുറ്റവാളികൾ ആരായാലും ശിക്ഷിക്കപ്പെടും. ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ശ്രീ ജയചന്ദ്രന് ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുകയാണ്. 33 ജീവനക്കാരുള്ള കോന്നി താലൂക്ക് ഓഫീസിൽ 32 പേര് ലീവ് എടുത്തിട്ട് മൂന്നാറിലേക്ക് ടൂർ പോയത് പിടിച്ചത് പ്രതിപക്ഷ MLA ആയിരുന്നില്ല, അവിടുത്തെ MLA, എനിക്കിപ്പോ പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, അവിടുത്തെ CPM-ന്റെ MLA ആണ്, കോന്നി MLA ആണ്. അത് കൈയോടുകൂടി പിടിച്ച് ദിനേഷ് കുമാർ കൈയോടുകൂടിയിട്ട് പിടിച്ചിട്ട് TV ചാനലുകാരെ വിളിച്ചു വരുത്തിയിട്ട് എന്ത് പറഞ്ഞത്? ഇവിടെ നടക്കുന്ന അന്യായം നോക്കൂ, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ ഈ ഇവരൊക്കെ എതിരായിട്ട് നടപടികൾ എടുക്കും, എന്തൊക്കെ പ്രസംഗമായിരുന്നു അന്ന് ആ ചർച്ചയിൽ. അദ്ദേഹം എനിക്ക് 1-2 ചാനലുകളിൽ അദ്ദേഹത്തെ കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇത് വിളിച്ചു പറയണ്ട, ഒരു നടപടിയും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ എടുക്കാൻ പോകുന്നില്ല. 2.5 വർഷമായിട്ട് ഞാനതിന്റെ പുറകെയാണ്. വിവരാവകാശ നിയമപ്രകാരം പത്തനംതിട്ട കളക്ടർക്കായിരുന്നു അന്വേഷണ ചുമതല. പത്തനംതിട്ട കളക്ടർക്ക് ഇങ്ങനെ അപേക്ഷ അയച്ചുകൊണ്ടിരിക്കും 6 മാസം കൂടുമ്പോൾ. എന്ത് നടപടി എടുത്തു? നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് 32 പേർക്ക്. ആ 32 പേരിൽ നിന്നും വിശദീകരണം ലഭിച്ചിട്ടുണ്ട്. അതിനപ്പുറം ഒന്നും ചെയ്യാൻ നമ്മുടെ സിസ്റ്റത്തിന് സാധ്യമല്ല ശ്രീ ജയചന്ദ്രൻ. അപ്പൊ കളക്ടർ നാളെ ഇതിന്റെ യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് പറയും. ഇപ്പൊ ചാനലുകൾക്ക് മുന്നിൽ വന്നിട്ടുള്ള സൂപ്രണ്ടാണെന്ന് പറയുമോ? അല്ലെങ്കിൽ അവിടെ ഹാജരുണ്ടായിട്ട് ബിന്ദുവിന്റെ മരണത്തിന് ഉത്തരവാദിയായ 2 മന്ത്രിമാരാണെന്ന് പറയുമോ? ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ ശമ്പളത്തിന് അനുസൃതമായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഉത്തരവാദിത്തത്തിന്റെ പേരിൽ ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ട് അവിടെ കിടക്കും. അതിനപ്പുറമുള്ള ഒരു നടപടിയും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം കൃത്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നടപടി ഉണ്ടാകുമായിരുന്നെങ്കിൽ കുമരകം ബോട്ട് ദുരന്തത്തിലെ 22 പേരാണ് മരിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. തട്ടേക്കാട് ബോട്ട് ദുരന്തത്തിൽ 32 കുഞ്ഞുങ്ങളാണ് മരിച്ചത്. ഈ 2 ബോട്ട് ദുരന്തത്തിൽ യാതൊരു നടപടിയും എടുക്കാതെ വീണ്ടും നമ്മൾ
അത്തരത്തിലുള്ള ബോട്ട് യാത്രകൾ അനുവദിച്ചതിന്റെ പേരിൽ താനൂരിൽ മരിച്ചിട്ടുള്ളതും ഏകദേശം 16-17 പേരാണ് എന്നുള്ളത് നടപടികൾ എടുക്കാൻ നമ്മുടെ സർക്കാർ ജീവനക്കാർക്കായാലും അതിന് ഉത്തരവാദികളായവർക്കെതിരായാലും നടപടി എടുക്കാൻ പരിമിതികൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നാളെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ കെട്ടിടം വീണിട്ട് ബിന്ദു എന്ന സ്ത്രീ മരിച്ചതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു നിരപരാധി അല്ലെങ്കിൽ ഈ ക്ലാസ് 4 ജീവനക്കാരിൽ ആരൊക്കെങ്കിലും അല്ലെങ്കിൽ അവിടെ ഒരു ബോർഡ് വെക്കാത്തതിന്റെ പേരിലാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചത്, അല്ലെങ്കിൽ റിബൺ കെട്ടാത്തതിന്റെ പേരിലാണ് അപകടം സംഭവിച്ചത്, അവിടേക്കുള്ള വൈദ്യുതി വിച്ഛേദിക്കാത്തത് കൊണ്ടാണ് ഈ അപകടം സംഭവിച്ചത്, അല്ലെങ്കിൽ അവിടേക്കുള്ള വെള്ളത്തിന്റെ ലൈൻ പ്ലംബർ കട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഈ അപകടം സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ആരുടെയെങ്കിലും പേരിൽ ഒരു നടപടി എടുക്കുക എന്നല്ലാതെ ഇതിന്റെ പേരിൽ ആരുടെ പേരിലും ഒരു നടപടിയും എടുക്കാൻ പോകുന്നില്ല. രോഹിണി, നമ്മുടെ ഡോക്ടർ ഹാരിസ് നമ്മളോട് വിളിച്ചു പറഞ്ഞത് വലിയൊരു സത്യമാണ്. ആരോഗ്യ വകുപ്പ് അങ്ങേയറ്റം ദുർബലമാണ്, ആരോഗ്യ വകുപ്പ് ഇങ്ങനെ മുൻപോട്ട് പോയാൽ പോരാ എന്ന് പറയണമെന്ന് അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അദ്ദേഹം ഈ സിസ്റ്റത്തെ ഭയപ്പെടുന്നു. വീണ ജോർജ് പറഞ്ഞ അതേ സിസ്റ്റത്തെ ഭയപ്പെടുന്നു. സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെക്കാനിസമാണ്. അത് കാറിന്റെ എഞ്ചിനായാലും മോട്ടോർ സൈക്കിളിന്റെ എഞ്ചിനായാലും നമ്മുടെ ഹാർട്ട് പ്രവർത്തിക്കുന്നതായാലും അതൊരു മെക്കാനിസത്തിന്റെ പേരിലാണെങ്കിൽ ആ മെക്കാനിസം ഇപ്പൊ നമ്മുടെ ഹാർട്ട് കൃത്യമായി പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കണം. നമ്മൾ കൊളസ്ട്രോൾ കൂടുതൽ കൂടാതെ നോക്കണം, നമ്മൾ വ്യായാമം ചെയ്യണം. അത്തരത്തിൽ ഈ സിസ്റ്റം പ്രവർത്തിപ്പിക്കേണ്ട 21 മന്ത്രിമാരുടെ ചുമതല വഹിക്കുന്നവരും നമ്മുടെ നാട്ടിലെ അങ്ങേയറ്റം പരാജയപ്പെട്ടവരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാജിവെക്കുകയാണെങ്കിൽ വീണ ജോർജ് മാത്രം രാജിവെച്ചിട്ട് കാര്യമില്ല, 21 മന്ത്രിമാരും കൂട്ടായിട്ട് രാജിവെക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ഇവിടെ വന്ന സമയത്ത് ശ്രീ ജോർജ് പറയുകയുണ്ടായി, മുഖ്യമന്ത്രിയുടെ മുഖം കാണിച്ച് 5 നിമിഷത്തിനകം തിരിച്ചുപോയി. എന്റെ ശ്രീ ജോർജ് സാറേ, അത് വലിയൊരു നമ്മൾ പറയില്ല ഒരു മെഹർബാനി എന്ന് ഹിന്ദിയിൽ പറയും, ഔദാര്യമാണ്. പെട്ടിമുടി ദുരന്തമുണ്ടായിട്ട് 14-15 പേർ മണ്ണിനടിയിൽപ്പെട്ട് മരിച്ചിട്ട് പോലും അവിടേക്ക് തിരിഞ്ഞു നോക്കാത്തൊരു മുഖ്യമന്ത്രി, ഇവിടെ ഒരാൾ ഇത്തരത്തിൽ ഒരു കെട്ടിടം വീണ് അധികൃതരുടെ അനാസ്ഥ മൂലം കെട്ടിടം വീണ് മരിച്ചു എന്ന് പറഞ്ഞിടത്തേക്ക് അദ്ദേഹം വന്നുവെങ്കിൽ 2021 തെരഞ്ഞെടുപ്പ്, മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതിന്റെ പേരിലാണ് അദ്ദേഹം അവിടെ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതിനെ നമുക്ക് അങ്ങേയറ്റം ഹിന്ദിയിൽ പറയുന്ന മെഹർബാനി എന്ന വാക്ക് തന്നെയാണ് അതിന് ചേരുക. അതൊരു ഔദാര്യമാണ് ഒരു മുഖ്യമന്ത്രിയുടെ. കാരണം ഈ ആരോഗ്യ വകുപ്പ് ഇത്രയും കുത്തഴിഞ്ഞിട്ടും ഒരു മുഖ്യമന്ത്രി അത് അറിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിൽ കണ്ണ് കാണാത്ത ചെകിട് കേൾക്കാത്ത ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് എന്നിരിക്കെ നാളെയും രോഹിണി നമ്മൾക്ക് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, തീർച്ചയായും.